കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള മക്കയിലെ ഒരു അടിമയായിട്ടുള്ള ഒരു യുവാവ്. ആൻഡ് ഹിസ് നെയിം വാസ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും തുടർന്ന് ഒട്ടേറെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടത്തിയിട്ട് തന്റെ നെഞ്ചിലൊരു പാറക്കല്ല് കയറ്റി വെച്ച് തന്നെ ഈ ദീനിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന യജമാനന്റെ അടുത്ത് he was firm in this religion and he was not ready to back off from this religion at any cost. പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇടപെട്ടിട്ട് അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങൾ വീണ്ടും മക്ക വിജയിച്ചടക്കുന്ന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് കഅബയുടെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ഷോൾഡർ ചെരിഞ്ഞു കൊടുക്കുകയും തുടർന്ന് റസൂലിന്റെ ഷോൾഡറിൽ ചവിട്ടിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. തന്റെ വംശത്തിന്റെ പേരിലും തന്റെ നിറത്തിന്റെ പേരിലും തന്നെ ഒരുപാട് ഉപദ്രവിച്ച ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പടച്ച തമ്പുരാൻ അദ്ദേഹത്തെ കൊണ്ട് നിർത്തുന്നത് ഏറ്റവും ഹോളി ആയിട്ടുള്ള ഏറ്റവും സേക്രഡ് ആയിട്ടുള്ള കഅബയുടെ മുകളിലാണ്. ഒരു കറുത്ത വർഗ്ഗക്കാരനെയോ ഒരു അടിമയെയോ ഒന്നും മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാൻ കഴിയാത്ത ജാഹിലിയത്തിലെ ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് റേസിസത്തിന്റെയും അതുപോലെ തന്നെ ലിനിയേജ് സിസ്റ്റത്തിന്റെയും എല്ലാ ചങ്ങലകളും ഇസ്ലാം പൊട്ടിച്ചെറിയുന്നുണ്ട്. ഇനി ഇസ്ലാം നിങ്ങൾ വെളുത്തവനാണോ കറുത്തവനാണോ അറബിയാണോ അനറബിയാണോ ദരിദ്രനാണോ സമ്പന്നനാണോ എന്നുള്ളതിലല്ല കാര്യം. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു പ്രിവിലേജ് അല്ല എന്തെങ്കിലും ഒരു ഫേവറിസം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ വിശ്വാസവും കൊണ്ട് മാത്രമായിരിക്കും.